കൈക്കൂലി കേസിൽ പിടിയിലായ എറണാകുളം ആർടിഒയ്ക്കെതിരെ എക്സൈസ് കേസെടുക്കും. വീട്ടിൽ അനധികൃതമായി 49 കുപ്പി വിദേശമദ്യം സൂക്ഷിച്ചതിനാണ് നടപടി. ആർടിഒ ജെർസന് ബാങ്കിലുള്ള നിക്ഷേപത്തിന്റെ രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തു. കൈക്കൂലിയായി ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയെന്നും ആരോപണമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഒരു ആർടിഒയിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഇത് പിടിച്ചെടുത്തിരിക്കുന്നത്. ഏത് രീതിയിലായിരിക്കും കേസെടുക്കുക? സ്വാതി, ഇന്നലെ തന്നെ വിജിലൻസ് പിടികൂടുമ്പോൾ ആർടിഒയുടെ പക്കൽ ഒരു കുപ്പിയും 5000 രൂപയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു ഒപ്പിന് ഒരു കുപ്പിയും 5000 രൂപയും എന്നുള്ളൊരു കണക്കായിരുന്നു ആർടിഒ നൽകിയിരുന്നത്. ഇത് പ്രകാരമായിരുന്നു ഏജന്റുമാർ ആർടിഒയ്ക്കായി കുപ്പിയും ഒപ്പം തന്നെ 5000 രൂപയും കൊണ്ടുവന്നിരുന്നത്. ഒരു ദിവസം തന്നെ 1 ലക്ഷം രൂപയോളം ഇത്തരത്തിൽ ആർടിഒ ഉണ്ടാക്കും എന്നുള്ളതാണ് അന്വേഷണ വിജിലൻസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഈ ആർടിഒയിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് വിദേശ നിർമ്മിതമായിട്ടുള്ള വിദേശ മദ്യങ്ങളാണ്. സാധാരണ നമ്മുടെ നാട്ടിലും വിദേശ മദ്യം ലഭിക്കാറുണ്ട്. അങ്ങനെയല്ല, പകരം വിദേശത്ത് നിർമ്മിച്ചിട്ടുള്ള വിദേശ മദ്യങ്ങളാണ് ഈ ആർടിഒയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളതും. മാത്രമല്ല, ഇയാൾക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പാദ്യമുള്ളതായി അന്വേഷണ സംഘത്തിന് വിജിലൻസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ലക്ഷങ്ങളുടെ സമ്പാദ്യം സംബന്ധിച്ച രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൈക്കൂലിയിലൂടെ ലഭിച്ച പണമാണ് എന്നുള്ളതാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. ആ പണം കണ്ടുകിട്ടുന്നതിന് വേണ്ട നടപടികളും വിജിലൻസ് ആരംഭിക്കും. ഒപ്പം തന്നെ 60,000 രൂപയാണ് ഇന്നലെ ഇയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. അതെല്ലാം ഇങ്ങനെ റബ്ബർ ബാൻഡിൽ ചുറ്റിയ നിലയിലായിരുന്നു ഈ പണമെല്ലാം ഉണ്ടായിരുന്നത്. ഒരു കെട്ടുകളായി ഈ റബ്ബർ ബാൻഡ് ഇട്ട് ചുറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതായത് കൈക്കൂലി കിട്ടുന്ന പണം അതുപോലെ തന്നെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിന്നെ മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും നിരവധി ആധാരങ്ങൾ, സ്ഥലത്തിനെ സംബന്ധിച്ചുള്ള ആധാരങ്ങൾ വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ ആർടിഒയ്ക്കെതിരെ എക്സൈസും കേസെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം 49 കുപ്പി നിർമ്മിത വിദേശ മദ്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ഇന്നലെ ഒരു കുപ്പി കൂടി ഉള്ളതോടെ 50 കുപ്പിയാണ് വിദേശ മദ്യം അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. ഈ വിദേശ മദ്യം അനധികൃതമായി സൂക്ഷിച്ചതാണ് എന്നുള്ളതാണ് എക്സൈസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ എങ്ങനെ മദ്യം സൂക്ഷിച്ചതിന് അദ്ദേഹത്തിനെതിരെ എക്സൈസ് കൂടി കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിജിലൻസ് ഇന്നലെ നടത്തിയ പരിശോധന, അതായത് സ്വകാര്യ ബസ്സിന് പെർമിറ്റ് അനുവദിക്കാൻ എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ആർടിഒ 5000 രൂപയും ഒരു കുപ്പിയും ആവശ്യപ്പെട്ടത്. ഇതുപ്രകാരമായിരുന്നു പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയും വിജിലൻസ് പണവും ഒപ്പം തന്നെ കുപ്പിയും നൽകുകയും ചെയ്തു. ഉച്ചയോടുകൂടി തന്നെയാണ് ആർടിഒ പിടിയിലാവുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലായിരുന്നു ആർടിഒ ജെർസൻ വലിയ രീതിയിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന് വിജിലൻസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്വാതി. ശരി സഹിൻ ആന്റണി, ആർടിഒയ്ക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കേസ് എടുത്തിരിക്കുന്നത്. വിദേശ മദ്യം വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ചതിനാണ് കേസ്.